സംസ്ഥാനത്ത് വാഹന നിയമ ലംഘനം തടയാൻ AI ക്യാമറകൾ സ്ഥാപിച്ചിട്ടും അപകടം കുറയുന്നില്ല. 79 ക്യാമറകൾ പ്രവർത്തനരഹിതവുമാണ്. നിയമം ലംഘിക്കുന്നവർക്ക് ചെല്ലാൻ അയക്കുന്നത് മുമ്പത്തേക്കാളും ഉയർത്തിയെങ്കിലും പിഴത്തുക കൃത്യമായി പിരിച്ച് ഖജനാവിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നാണ് ആക്ഷേപം. കിഫ്ബിയിലൂടെ പണിഞ്ഞ റോഡുകളിൽ AI ക്യാമറ വെച്ച് ടോൾ പിരിക്കാനാണല്ലോ സർക്കാർ ആലോചിക്കുന്നത്. 232 കോടി ചെലവഴിച്ച് മോട്ടോർ വാഹന വകുപ്പ് നിരത്തുകളിൽ വെച്ച ഇതുപോലെയുള്ള AI ക്യാമറകളുടെ സ്ഥിതി എന്തായി നോക്കാം. ഇതുപോലെ സംസ്ഥാനത്തുടനീളം സ്ഥാപിച്ചത് 726 ക്യാമറകൾ. 79 എണ്ണം പ്രവർത്തിക്കുന്നില്ലെന്നാണ് വിവരാവകാശ രേഖ. കേടായ ക്യാമറകളുടെ അറ്റകുറ്റപ്പണിക്ക് തുകയും വകയിരുത്തിയിട്ടില്ല. ഇനി അപകടങ്ങളുടെ നിരക്ക് പരിശോധിക്കാം. 2023 48,091 അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 2024 48,878 അപകടങ്ങൾ, അതായത് 787 അപകടങ്ങളാണ് ഉയർന്നത്. 2023 ജൂൺ മുതലാണ് AI ക്യാമറ വഴി കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് ചെല്ലാൻ അയച്ചു തുടങ്ങിയത്. പ്രതിവർഷം 25 ലക്ഷം ചെല്ലാനുകൾ അയക്കുമെന്നായിരുന്നു സർക്കാരും കെൽട്രോണും തമ്മിലുള്ള ധാരണ. കെൽട്രോൺ അയക്കുന്ന ചെല്ലാനുകളുടെ എണ്ണം അടുത്ത് തന്നെ 25 ലക്ഷം കടക്കും. അങ്ങനെയെങ്കിൽ അടുത്ത ജൂൺ മാസം വരെ ചെല്ലാൻ അയക്കുന്നതിന് സർക്കാർ വീണ്ടും പണം കണ്ടെത്തേണ്ടി വരും. AI ക്യാമറകൾ നിയമലംഘനം കണ്ടെത്തുന്നുണ്ട്, പിഴ ഈടാക്കുന്നുമുണ്ട്. പക്ഷെ പിഴ ചുമത്തപ്പെട്ടത് പലരും അറിയുന്നത് വാഹനം വിൽക്കുമ്പോഴോ റീടെസ്റ്റ് നടത്തുമ്പോഴോ ഒക്കെയാണ്. ക്യാമറയുടെ ഇന്റലിജൻസ് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്ന് സാരം. അതുകൊണ്ട് തന്നെ കൃത്യമായി പിഴത്തുക പിരിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.